നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 124 അധ്യായം 5 വാക്യം. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ പ്രാണനെ മൂടിക്കളയുമായിരുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭാവിയിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നലകളിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്, ഇന്നുകളിൽ ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. ഈ വചനവും അങ്ങനെ ഒരു സാധ്യതയാണ് പറയുന്നത്. ഇന്നലെ ഒരു പക്ഷേ ആ ആർത്തിരമ്പുന്ന പ്രവാഹം എൻ്റെ പ്രാണനെ മൂടിക്കളയുമായിരുന്നു, പക്ഷേ അതിൽ നിന്നും അത്ഭുതകരമായി എൻ്റെ കർത്താവ്, എൻ്റെ യഹോവ എന്നെ രക്ഷിച്ചു എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ഇന്നുകളിൽ നിന്നുകൊണ്ട് ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെയും പറയാറുണ്ട്, ദൈവമേ അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായേനെ, അല്ലെങ്കിൽ ദൈവമേ അത് അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഇത്രയും സന്തോഷത്തോടു കൂടി നിന്റെ മുൻപിൽ നിൽക്കുന്നു. ഒരുപക്ഷെ പലതിലും നമുക്ക് കുറ്റബോധങ്ങൾ ഉണ്ടാകാം, പലതിലും ദൈവത്തോട് നന്ദി ഉണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാം, പ്രത്യാശയുണ്ടാകാം. എന്തു തന്നെയായാലും ദൈവവചനങ്ങളെല്ലാം തന്നെ നമ്മളെ ശക്തിപ്പെടുത്തുന്നവരാണ്. ഇന്നലകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിനും നാളുകളിലേക്കുള്ള പ്രതീക്ഷകൾക്കും യാതൊരുവിധ കേടുപാടും കൂടാതെ നമ്മളെ കരുതി സൂക്ഷിക്കുവാൻ കെൽപ്പുള്ളതാണ് ഓരോ ദൈവവചനവും. അങ്ങനെയെങ്കിൽ പ്രവാഹങ്ങളിൽ ഒഴുകിപ്പോകാതെ നിലയുറപ്പിച്ചു നിർത്തിയ സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനത്തോട് കൂറുള്ളവരായി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. രണ്ടുപേരും അതിദാരിദ്ര്യത്തിൽ നിന്നും കൃഷിപ്പണിയിലൂടെ മാത്രം ഉപജീവന മാർഗം കണ്ടെത്തിയവരായിരുന്നു. എല്ലാ ദിവസവും ഗൃഹനാഥനായിട്ടുള്ള ഈ കർഷകൻ തന്റെ പാടത്തേക്ക് ഇറങ്ങി നെല്ല് വിതയ്ക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് ഇതര വേലകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഭാര്യയാകട്ടെ വീട്ടിലെ പശുവിനെയും കന്നുകാലികളെയും ഒക്കെ നോക്കി വീട്ടിലെ ജോലികളൊക്കെയും ഒതുക്കി തനിക്ക് ബാക്കി ലഭിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് പിന്നീട് ലഭിക്കുന്ന സമയം തന്റെ ഭർത്താവിനോടൊപ്പം കൃഷിയിടത്തിൽ ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന രണ്ട് ദമ്പതികൾ ഒരിക്കൽ ഇവരുടെ വീട്ടിലേക്ക്, ഇവരുടെ ഭവനത്തിലേക്ക് ഒരു സന്യാസി വര്യൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിനുള്ള ഉച്ചഭക്ഷണം നൽകുന്നതിനോടൊപ്പം അവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. ഇത് കേട്ട് സന്യാസ വര്യന് മനസ്സിലാവുകയാണ്, പാവപ്പെട്ട രണ്ട് ദമ്പതികൾ, ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചിടുകയാണ്. അദ്ദേഹം ഇവരോട് ഒരാഗ്രഹം ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ്, പക്ഷെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ജോലി ഭാരം ഒന്ന് കുറച്ചാൽ മതി. ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല, പക്ഷേ രാത്രി പകലന്തിയോളം അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രിയോളം ജോലി ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ ഓട്ടങ്ങളാണ്. ഇതിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷിച്ചാൽ മതി. ഈ ജോലി ഭാരം ഒന്ന് കുറച്ചു തന്നാൽ അത് അങ്ങ് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും എന്നിവർ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അദ്ദേഹം ആ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുന്നു. ഇവർക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ ഈ ആഗ്രഹത്തെ ആ സന്യാസിയുടെ അനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കുക? കഥയുടെ വിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്നും കുഞ്ഞമ്മ ആന്റിയാണ് അല്ലേ? അതെ. ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അങ്കിളും ഉള്ളു. ഇപ്പം അങ്കിള് മാത്രമേ ഉള്ളൂ. രണ്ടാളും സുഖമായിട്ടിരിക്കുന്നോ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം പത്തനംതിട്ടയില്? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഉച്ചയ്ക്ക് നല്ല ചൂടാ. ഉച്ചയ്ക്ക് നല്ല ചൂടാണ്, അത് മാത്രമേ ഉള്ളൂ വിശേഷം. എനിക്കൊന്നു ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറെ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളതല്ലേ? അതെ അതെ. പക്ഷെ എന്നിട്ടും നല്ല ചൂടുണ്ടല്ലേ? എന്നിട്ടും നല്ല ചൂടാ. ഓക്കെ, സാരമില്ല, നമുക്കൊരു മഴ കാത്തിരിക്കാം. മഴ പെയ്തു, ഇന്നലെ പെയ്തു ഒരു മഴ. ഓക്കെ, മഴ പെയ്യുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്? ആശ്വാസമായിട്ട് ഇനിയും മഴ ലഭിക്കട്ടെ. അപ്പൊ നമുക്ക് ആന്റി ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അബ്രഹാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവന് എന്തുണ്ടായി? നീതിയായി കണക്കിട്ടു. സോ സിമ്പിൾ. ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഇതിന്റെ ശരി ഉത്തരം ഇങ്ങനെയാണ് വരിക. അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. അതെ, ഞാൻ ചോദ്യം ചോദിക്കേണ്ട താമസമായിരുന്നു അല്ലേ?
ഇനി ഇതുപോലുള്ള ഉത്തരങ്ങളുണ്ടോ കയ്യില്? അറിയത്തില്ല, നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോ അറിയാം. ചോദ്യം അങ്ങോട്ടേ അറിയാം അല്ലേ? അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചത് എന്ത് നിമിത്തമാണ്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. സ്വാഭാവികമായിട്ടും ഉത്തരം ശരിയായിരിക്കും അല്ലേ? അതെ. അതെ, കൺഗ്രാറ്റുലേഷൻസ്, ശരിയാണ്. താങ്ക് യു. ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. അതെ. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. 2ഉം ഉത്തരം ശരിയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം അടുത്ത. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു പാട്ട് പാടിയാലോ? പാടാം. പാടിക്കോളൂ ആന്റി. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ, കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടാതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടാതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആന്റി നന്നായിട്ട് പാടിയല്ലോ. നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്കിൾ അടുത്തുണ്ടോ? അങ്കിളുണ്ട്. പാട്ടൊക്കെ കേട്ടപ്പോ ഒരു ശരിയൊക്കെ വന്നില്ല അങ്കിളിനും? അങ്കിള് ചിരിച്ചോണ്ടായിരിക്കും. അങ്കിള് ചിരിച്ചോണ്ടിരിക്കുവാ. ഓക്കെ, അങ്കിളിനോട് ഞങ്ങളുടെ അന്വേഷണം പറയാം കേട്ടോ. പറയാം. ഓക്കെ, നമുക്ക് മുന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് എന്തിനായിട്ടാണ്? നമ്മുടെ നീതീകരണത്തിനായിട്ട്. എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ കുഞ്ഞു പിള്ളേര് ഈ വൺ വേർഡ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: നമ്മുടെ നീതീകരണത്തിനായി. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു വചനം കൂടി പങ്കുവെച്ചാലോ? പറഞ്ഞോളൂ. ഞാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് മുന്നോട്ട് ചേരുവാൻ കാക്ഷിക്കുന്നു. സങ്കീർത്തനം 42:1. 42:1. സങ്കീർത്തനങ്ങളിൽ ഒരുപാട് വചനങ്ങൾ അറിയോ? കുഴപ്പമില്ലാണ്ടൊക്കെ അറിയാം അല്ലേ? വെരി ഗുഡ്. വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് പഠിക്കാറുണ്ടോ? ഇടയ്ക്ക് വായിക്കും. അങ്ങനെ കുറെ വചനങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുമ്പോ ഈ വചനങ്ങളെല്ലാം നമുക്ക് പങ്കുവെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി അവനെ ഉയർപ്പിച്ചു. ആരെയാണ്? വെരി സിമ്പിൾ, കറക്റ്റ് ഉത്തരമാണ്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ. അപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ശരിയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. സന്തോഷം തോന്നില്ലേ? സന്തോഷം തോന്നി. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന അങ്കിളിനും ഒരു താങ്ക് യു ഒക്കെ പറയാം കേട്ടോ. ഓക്കെ ആന്റി. അപ്പൊ ഇനിയും എന്തോ? അതെ അതെ അതെ. ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. കുഞ്ഞമ്മ ആന്റി ആയിരുന്നു പത്തനംതിട്ടയിൽ നിന്നും നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിക്കുകയും ഉത്തരങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഭയങ്കര സിമ്പിളായിട്ടൊക്കെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ വചനവും പാട്ടും ഒക്കെ പാടി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വൈബൊക്കെ നൽകി അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്കിളിനും ആൻറ്റിക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ സന്യാസി എന്ത് അനുഗ്രഹമായിരിക്കും ഈ ദമ്പതികൾക്ക് നൽകിയിട്ടുണ്ടാവുക എന്നുള്ളതിലായിരുന്നു നമ്മൾ കഥ അവസാനിപ്പിച്ചത്. ഈ സന്യാസി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീടിന്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇത് ആരാണെന്ന് അറിയാനായിട്ട് ഈ ഭാര്യയും ഭർത്താവും ഈ കർഷക ദമ്പതികൾ മുന്നിലേക്ക് വരുന്നു. നോക്കുമ്പോഴുണ്ട് ഒരു ഭൂതം അവരുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഭൂതം ഇങ്ങനെ പറയുന്നു: എന്നെ സന്യാസി പറഞ്ഞയച്ചതാണ് നിങ്ങളെ സഹായിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏത് നേരവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ജോലി ഭാരമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന ഏത് ജോലി ആയാലും എനിക്ക് ചെയ്തുകൊണ്ടിരുന്നേ മതിയാകൂ. ഞാൻ ജോലി നിർത്തുന്ന സമയത്താണെങ്കിൽ എനിക്ക് അതിയായിട്ടുള്ള
തരത്തിലുള്ള കോപമുണ്ടാകും. നിങ്ങളുടെ മുൻപിൽ എനിക്ക് എൻ്റെ കോപം നിയന്ത്രിക്കാനും കഴിയുകയില്ല. ഞാൻ നിങ്ങളെ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എൻ്റെ ജോലി ഞാൻ ആരംഭിക്കട്ടെ. നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങിയാത്തത്ര ജോലി ഈ വീട്ടിലുണ്ടെന്ന് അദ്ദേഹം എന്നെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട് കർഷക ദമ്പതികൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഭൂതത്തെ വീടിനുള്ളിലേക്ക് സ്വീകരിക്കുന്നു. അത് മാത്രമല്ല, കർഷകൻ തന്റെ പാടത്തേക്ക് പോയി ഉഴുതു മറിച്ചിടാൻ വേണ്ടി ഭൂതത്തോട് പറയുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഭൂതം തിരിച്ചെത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ഇനി എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്നാൽ കർഷകൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: എന്റെ തൊഴുത്ത് പോയി വൃത്തിയാക്കുക, എല്ലാ കന്നുകാലികൾക്കുമുള്ള ഭക്ഷണം ക്രമീകരിക്കുക. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഭൂതം ആ ജോലിയും പൂർത്തിയാക്കിയതിനു ശേഷം ഈ കർഷകന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്: ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തായിരിക്കും കർഷകൻ പറഞ്ഞിട്ടുണ്ടാവുക? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ് ഫ്രം കോട്ടയം പുല്ലിരിക്കുന്ന്. കോട്ടയത്ത് നിന്ന് സാറാമ്മ ആന്റിയാണ് അല്ലേ? അതെ അതെ. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലിപ്പത്തെ എന്റെ കൊച്ചുമോൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ആന്റി കൊച്ചുമോനും മാത്രമേ ഉള്ളൂ? കൊച്ചുമോനേ ഉള്ളൂ, മോൻ പോയി ജോലിക്ക് പോയി. ഓക്കെ, സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? വലിയ കുഴപ്പമില്ല, ദൈവകൃപയാൽ ഇങ്ങനെയൊക്കെ പോകുന്നു. ദൈവകൃപയാൽ പോകുന്നു അല്ലേ? ആ ദൈവകൃപയ്ക്ക് തന്നെ വലിയൊരു നന്ദി. അയ്യോ, അതിനോളം വേറെ ഒന്നും വേണ്ടല്ലോ. അതെ 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 അതെ, തീർച്ചയായിട്ടും. അപ്പോ ആന്റി, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ആയിക്കോട്ടെ മോനെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ആര് മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്? നമ്മുടെ യേശുക്രിസ്തു മൂലം. സംശയമൊന്നുമില്ല? ഇല്ല. ഉത്തരം ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തു. ഓക്കെ, പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി ഉത്തരം നമ്മൾ ലോക്ക് ചെയ്യാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യേശുക്രിസ്തു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണേ. ചോദ്യം ഇങ്ങനെയാണ്: നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത് ആരോ ഒരാൾ കാരണമാണ്, ആരോ ഒരാൾ മുഖാന്തരം. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവല്ല. ദൈവത്തോട് സമാധാനം ഉണ്ടാകാൻ നമുക്ക് ആര് വേണം ഇടയ്ക്ക്? പരിശുദ്ധാത്മാവ് സഹായകനല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിന് മുന്നിൽ നിൽക്കുന്ന ആരാ? അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതെ, ഉത്തരം ശരിയാണ്. ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ഓക്കെ, അതെ. ഇപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഏകദേശം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പാടിയാലോ? പറ്റുമോ? പാടാൻ നോക്കാം. നോക്കാം. അതെ, നമുക്ക് ട്രൈ ചെയ്യാം. പാടിക്കോളൂ ആന്റി. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരോളും മൻഗിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തോന്നുന്നില്ല, യഹോവയൻ പാലകന്താൻ ഇല്ലെനിക്കോ ഖേദമൊട്ടും, യഹോവയൻ പാലകന്താൻ ഇല്ലെനിക്കോ ഖേദമൊട്ടും. ഓക്കെ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. വയ്യായികൊന്നും അറിഞ്ഞില്ല, കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ഓക്കെ, നമുക്ക് എന്തോ ആന്റി? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നതിനാൽ നാം എന്തിൽ പ്രശംസിക്കുന്നു?
പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, നമ്മൾ പ്രത്യാശിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കേട്ടെ. ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള ഒരു കടങ്കഥ പോലത്തെ ചോദ്യമാണ്. അല്ല, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നമ്മള്. അതെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ലേ? കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നതിനാൽ നാം എന്തിൽ പ്രശംസിക്കുന്നു? കഷ്ടതയിൽ പ്രശംസിക്കുന്നു. അതെ, ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, നമ്മുടെ കഷ്ടതയിൽ. അതെ. ഇപ്പൊ 3 ചോദ്യങ്ങള് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു വചനം കൂടി പങ്കുവെച്ചാലോ? വചനം പറയാമല്ലോ. അത് ഒരു പ്രത്യേകതയുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ ആന്റിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇങ്ങനെ ഈശോ തൊട്ട് അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം കിട്ടി, അങ്ങനെയുള്ള ഏതെങ്കിലും വചനം ഉണ്ടോ? വചനം ഞാന് പിന്നെ മക്കളക്കാരത്തി മറിയെക്കുറിച്ച്, കർത്താവിന്റെ ശവസംസ്കാരവും പുനരുത്ഥാനത്തെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. നമ്മുടെ കർത്താവിന്റെ പിന്നെ ക്രൂശീകരണത്തിന് ശേഷം വലിയ പബ്ലിസിറ്റി ആയി വിശ്വാസിയായിട്ടൊന്നും അറിയപ്പെടാത്ത അരിമത്യയിലെ യോസഫും പിന്നെ നിക്കോദെമോസും രാത്രിയില് പിലാത്തോസിന്റെ അടുത്ത് വന്ന് രഹസ്യമായി പിലാത്തോസിനോട് സാക്ഷ്യം മേടിച്ചിട്ട് ആ ബോഡി യഹൂദന്മാരുടെ മര്യാദ പ്രകാരമുള്ള പെർഫ്യൂംസ് എല്ലാം കൊണ്ടുവന്നിട്ട് അതേ രീതിയിലൊരു ഗ്രാൻഡായ ശവടക്കം നമ്മുടെ കർത്താവിന് അവർ ചെയ്യുകയാകുന്നു. അവര് ഒരുപാട് വലിയ പബ്ലിസിറ്റി വിശ്വാസികളായിട്ടോ വലുതായിട്ടോ ഒന്നും വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗങ്ങളിലൊന്നും കാണുന്നില്ല. എന്നാല് അവരുടെ അത് എന്നെ വളരെ ടച്ച് ചെയ്തു. കാരണം ആരും അടുക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തില് കർത്താവിന് ആയിട്ടുള്ള അവരുടെ ആ ബന്ധം എന്താണെന്ന് നമുക്കതിൽ നിന്ന് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. ആ ബോഡി കൊണ്ട് മാന്യമായ രീതിയിൽ അടക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞു അവർക്ക്. പിന്നെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അങ്ങനെ കാര്യത്തിൽ മാറിയ കർത്താവിന്റെ കല്ലറയ്ക്ക് പോകുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ധ്യാനിച്ചത് ഈ കർത്താവിന്റെ ക്രൂശീകരണം ഉയർപ്പും ഒക്കെയാണല്ലോ. അപ്പം ഞാൻ ആ മക്കളക്കാരത്തിൽ പറയാം, സാധാരണ ഒരു സ്ത്രീ, എന്നാല് അവളുടെ വിശ്വാസം, അവളുടെ ആ ബലം, ആ വിശ്വാസത്തിലുള്ള ബലം ഇരുട്ടുള്ളപ്പോൾ തന്നെ അവള് കല്ലറയ്ക്ക് പോയെന്ന. സന്ധ്യയായ പുറത്തിറങ്ങാൻ പേടിയായി എനിക്കാണെങ്കിൽ, ഉള്ള കാര്യം പറയാം. മാത്രമല്ല ഇത് പോകുന്ന എങ്ങോട്ടാ, ഒരു സെമിത്തേരിയിലോട്ടാ പോകുന്നത് ഇരുട്ടുള്ളപ്പോ. അത്രയേറെ കർത്താവിന്റെ കൂടെ നടന്ന് കണ്ടും കേട്ടുള്ളത് എന്താ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തൊരു അനുഭവം അന്ന് അവർക്കുണ്ടായി. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ എന്തെന്നറിയാതെ ആ ശക്തി നമ്മളോട് കൂടെ പ്രവർത്തിക്കുകയും നമ്മളെ താങ്ങുകയും വഴി നടത്തുകയും ചെയ്യുന്നു. അതെ, അതൊരു വലിയ, ഞാൻ പറയില്ലേ, പലപ്പോഴും രോഗങ്ങളാലും പലപ്പോഴും മാനസികമായ ചില ബുദ്ധിമുട്ടുകളാലും ഒക്കെയും ഭാരം തോന്നും. എന്നാലേ ഈ പുസ്തകത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ മോനെ ഒന്നുമില്ല, പിന്നെ നമുക്കൊന്നുമില്ല. ഇന്ന് രാവിലെ ഒരു റിട്ടയർമെന്റ് പാർട്ടി, മോന്റെ സ്കൂളിലൊരു 5 അധ്യാപകന്മാര് റിട്ടയർഡ് ആകുക. അവരുടെ HM എന്നെ കൂടെ ക്ഷണിച്ചു. മമ്മി അവിടെ കൊണ്ടുവരണമെന്ന് അവനോട് പറഞ്ഞു. അല്ലാതെ തന്നെ HM ഫോൺ എനിക്ക് തന്നെ എന്നോട് പറഞ്ഞു, മമ്മി വരണം. ഞാനും ആഗ്രഹിച്ചു, എന്നാ ഒന്ന് അവിടെ മേലെ പോകാം, അവരത്ര കാര്യമായിട്ട് വിളിച്ചതല്ലേ, പോകാം എന്നൊക്കെ വിചാരിച്ച് രാത്രി കിടന്നതാ. പക്ഷെ നേരം വെട്ടപ്പോ എനിക്ക് തല ഈ ഇയർ ബാലൻസിന്റെ കൊണ്ട് ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഞാൻ എന്റെ മോനെ വിളിച്ച് പറഞ്ഞു, അവനെന്നും രാവിലെ എഴുന്നേറ്റ് കാപ്പിയിട്ട് എനിക്ക് കൊണ്ട് തരുന്നതാ. ഇന്ന് താമസിച്ച് പോകേണ്ടത് കൊണ്ട് അവൻ എഴുന്നേറ്റ് വന്ന് വേറെയുള്ള കാര്യമൊക്കെ നോക്കിയപ്പോഴേക്കും ഞാൻ വിളിച്ച് പറഞ്ഞു, മോനെ എനിക്ക് നല്ല സുഖമില്ല, ഒന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനെ എന്നെ തൊട്ട് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എഴുന്നേറ്റ് പിന്നെ ചായ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇത്രത്തോളം ദൈവം നടത്തി. അതെ, അപ്പൊ ആന്റി തീർച്ചയായിട്ടും ഇത്രയും വലിയ അനുഭവമൊക്കെ ഈ ഒരു ആഴ്ച പീഡാനുഭവ ആഴ്ചയിൽ കിട്ടിയല്ലേ? ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു കേട്ടോ, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഷെയറിങ്ങിന് താങ്ക് യു സോ മച്ച്. സന്തോഷം, പ്രാർത്ഥിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ആന്റി. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ചോദ്യം കൂടി ചോദിച്ചാലോ? ചോദ്യം ഇതാണ്, പാപത്തെ കണക്കിടാതിരുന്നത് എപ്പോഴാണ്? ന്യായപ്രമാണം ലോകത്തിൽ ഇല്ലാതിരുന്നതും പാപത്തെ കണക്കിട്ടിരുന്നില്ല. അത്രേ ഉള്ളൂ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഇത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ന്യായപ്രമാണം ഇല്ലാതിരുന്നപ്പോൾ. അപ്പൊ 4 ചോദ്യങ്ങളും ഇപ്പം വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു പാട്ട് പാടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ അനുഭവം പങ്കുവെച്ചു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ആന്റി ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക. നമുക്ക് പുതിയ
എന്തോ എല്ലാരും അന്വേഷണം പറയണം. ആ തീർച്ചയായിട്ടും പറയാം ആന്റി. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാ ആരോഗ്യ സൗഖ്യവും ഈശോ തരട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, താങ്ക് യു. സാറാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി വളരെ മനോഹരമായിട്ട് നമ്മളോട് ബൈബിളിനെ പറ്റിയൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല ഒരു പാട്ടൊക്കെ പാടി നമ്മളുമായിട്ട് അനുഭവമൊക്കെ പങ്കുവെച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്ക് ആന്റിയുടെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഒരു ഭൂതത്തിന് ജോലി കൊടുത്ത് മടുത്ത കർഷക ദമ്പതികളായിരുന്നു നമ്മൾ കണ്ടത്. അവസാനം ഭൂതം പറയുന്നുണ്ട്, ഞാൻ എല്ലാ ജോലിയും നിങ്ങൾ ഏൽപ്പിച്ച എല്ലാ ജോലിയും ഞാൻ പൂർത്തിയാക്കി, ഇനിയും എനിക്ക് ജോലി നൽകിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കോപമുണ്ടാകും, ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുകയാണ്. ഇതിൽ വിഷമിച്ച് ഈ കർഷകൻ എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്നപ്പോഴാണ് ഭാര്യ വന്നിട്ട് ചോദിക്കുന്നു, താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ പറയുന്നു, ഭൂതം പറഞ്ഞേൽപ്പിച്ച കാര്യമൊക്കെ. അപ്പോൾ ഭാര്യ ഇങ്ങനെ പറയുന്നു, ഇതാണോ ഇത്ര വലിയ കാര്യം? ആ ഭൂതത്തിനുള്ള ജോലി ഞാൻ തരാം. അവർ ഉടനെ തന്നെ തൻ്റെ തലയിൽ നിന്നും ഒരു ചുരുണ്ട തലമുടി പൊട്ടിച്ചെടുക്കുകയാണ്. ഭൂതത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നിനക്കുള്ള അടുത്ത ജോലി എന്ന് പറയുന്നത് ചുരുണ്ടിരിക്കുന്ന ഈ മുടിയെ ഒന്ന് നേരെയാക്കി തരിക എന്നുള്ളതാണ്. ഇതിനെ നിവർത്തി ഇതിനെ ഒറ്റ നൂല് പോലെ ആക്കി തരിക എന്നുള്ളതാണ്. എന്നാൽ ഇത് കേട്ട് ഭൂതം വിചാരിക്കുന്നു, ഇത്രയേ ഉള്ളൂ, ഇത്രയും ലളിതകരമായിട്ടുള്ള കാര്യമാണോ ഒരു ജോലിയായിട്ട് എന്നെ ഏൽപ്പിക്കുന്നത്? അങ്ങനെ ഭൂതം ആ മുടി ചുരുൾ നിവർത്താൻ തുടങ്ങുകയാണ്. അത് തലകുത്തി നിന്നിട്ടും അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്തു നോക്കിയിട്ടും എന്തൊക്കെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടും ആ മുടിയിഴയെ നേരെയാക്കാൻ സാധിക്കുന്നില്ല. ഭൂതം തന്നെ മടുത്തു പോവുകയാണ്. ഇത് ഒരു ജോലിയല്ല എന്നുള്ളതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ, പക്ഷേ ഇതിനെ നേരെയാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ഒരു നിമിഷം ഭൂതം ഇങ്ങനെ ചിന്തിക്കുന്നു, ഇതിനെ ചിലപ്പോൾ ഒരു പക്ഷേ അധികം ചൂട് നൽകിയാൽ ഇത് ഉരുകി നേരെയാകും എന്നുള്ളത്. ഒരു മെഴുകുതിരി വെട്ടത്തിലേക്ക് മുടി കൊണ്ടുപോയി അതിനെ നേരെയാക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ആ നിമിഷം തന്നെ ആ മുടി കത്തി ഉരുകി പോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് പെട്ടെന്ന് ഭൂതം, എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ഇനി ഞാൻ എൻ്റെ യജമാനത്തിയോട് എന്ത് മറുപടിയാണ് പറയുക എന്നുള്ള ആ ഒരു ചിന്തയാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയം അതിന് പ്രത്യുപകാരമായി ഭവനത്തിലേക്ക് വെച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇത് കണ്ട ഈ കർഷകനും ഭാര്യയും ഏറ്റവും സന്തോഷത്തോടു കൂടി തൻ്റെ ഭാര്യയുടെ ബുദ്ധി അവിടെ വിജയിച്ചതിനാൽ തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടി ആ കാഴ്ച കണ്ട് നിൽക്കുകയും തങ്ങൾക്ക് ലഭിച്ച സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കഥയുടെ അന്ത്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള സന്ദേശത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമുക്ക് അവസാനത്തെ കോളിലേക്ക് കൂടി പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? മാഗി. ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? വടക്കാഞ്ചേരി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, മകൻ, വൈഫ്. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പോ ആന്റി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കയറിയാലോ, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കഷ്ടത എന്തിനെ ഉളവാക്കുന്നു? ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, സഹിഷ്ണുതയെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇങ്ങനെയാണ്, സഹിഷ്ണുത എന്തിനെ ഉളവാക്കുന്നു? യു മീൻ എക്സ്പീരിയൻസ്. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ് വരിക, സിദ്ധതയെ. ഓക്കെ, അപ്പോ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമുക്കൊരു പാട്ട് പാടിയാലോ? പാടിക്കോളൂ ആന്റി. मुझको क्षमा यहोवा प्रभु के वहां पर हे प्रभु मेरा प्रभु पिताओ मेरा आनंदित हो हे प्रभु मेरा प्रभु पिताओ मेरा आनंदित हो सर्वशक्तिमान मेरा प्रभु संभव से सब कुछ उसके लिए सारी सृष्टि कर देने वाला पिताओ मेरा आनंदित हो पिताओ मेरा आनंदित हो. ഹിന്ദി അല്ലേ? ഇത് ഏതെങ്കിലും പാരഡി ആണോ? ഇത് പാരഡി അല്ല, ഇതൊരു പാട്ട് ബുക്ക് മേടിച്ചപ്പോ അതിലുള്ള പാട്ട് ഞാൻ ട്യൂൺ ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ വളരെ നൈസാ കേട്ടോ. ഓക്കെ, ഹിന്ദിയൊക്കെ നമ്മൾ എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, സിദ്ധത എന്തിനെ ഉളവാക്കുന്നു? യെസ്, വെരി ഗുഡ്, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്.
അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, പ്രത്യാശയെ, ഹോപ്പ്. ആ ഓക്കെ, അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു വചനം കൂടി പറഞ്ഞാലോ? ശരി. ഓക്കെ, പറഞ്ഞോളൂ. റോമർ ചാപ്റ്റർ 10 വേർഡ് 13. ഉം. Whosoever shall call upon name of Lord shall be saved. ഉം. കർത്താവിന്റെ നാമം വിളിച്ചുപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഓക്കെ, ഇപ്പോ ഇംഗ്ലീഷ് ബൈബിള് പഠിക്കുവാണോ? ഇംഗ്ലീഷ് ബൈബിളും ഉണ്ട്, ഇവിടെ മലയാളം ബൈബിളും ഉണ്ട്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുവാണോ ഇംഗ്ലീഷ്? ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ള വചനങ്ങളാണ്. ഇപ്പൊ Okay. വിളിക്കുമ്പോ അത് നോക്കുന്നു മാത്രം. ഓക്കെ, പഠിച്ചതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ഇവിടെ പ്രയോഗിക്കുന്നു അല്ലേ? Yes. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? Yes. ചോദ്യം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് എന്തിനാലാണ്? By Holy Spirit. ശരി ഉത്തരം, കറക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് തന്നെയാണ്. എന്താണ്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. Yes. ഇപ്പൊ 4 ചോദ്യങ്ങളും നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാം കൂടെ ചേർത്ത് ഒരു സങ്കര ഇനത്തിലുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? Yes. ഓക്കെ ആന്റി, അപ്പോ തീർച്ചയായിട്ടും ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം. മാഗി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ നന്നായിട്ടൊരു ഹിന്ദി പാട്ടൊക്കെ പാടി, അത് മാത്രമല്ല ഇംഗ്ലീഷിൽ വചനം പറഞ്ഞു, മലയാളത്തിൽ ഉത്തരം പറഞ്ഞു. അങ്ങനെ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കോളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. ഭൂതം അവിടെ നിന്നും സ്വർണ്ണ നാണയങ്ങളെല്ലാം വെച്ചിട്ട് തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ആ ഭാര്യയും ഭർത്താവും ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്തു. അവർ സന്തോഷത്തോടെ പിന്നീടുള്ള കാലം ജീവിച്ചു. അത് മാത്രമല്ല, പിന്നീട് അവർക്ക് തങ്ങളുടെ ജോലികളിൽ ഒരു പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരാകുമ്പോൾ ചിലപ്പോഴൊക്കെയും ഒരു ചെറിയ രീതിയിലുള്ള മടികൾ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു അവശത ഒക്കെ നമ്മളെയും വലയം ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും നമ്മൾ ആഗ്രഹിക്കാറുമുണ്ട്, ദൈവമേ ഇത് ഒന്ന് എടുത്ത് മാറ്റി തരണമേ, അല്ലെങ്കിൽ ഇത് എൻ്റെ ജോലി ഒന്ന് എളുപ്പമാക്കി തരണമേ, ലളിതമാക്കി തരണമേ, എനിക്ക് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് ഒന്ന് പോകാൻ സാധിക്കണമേ, അല്ലെങ്കിൽ ഇപ്പുറം നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് നമ്മളൊക്കെയും പലപ്പോഴും പറയാറുമുണ്ട്. തീർച്ചയായിട്ടും ഓരോ അനുഭവങ്ങളും ദൈവം നമുക്ക് നൽകുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അതിൽ പരാതിപ്പെടാതെ സംതൃപ്തരായിട്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സമ്മാനങ്ങൾ ആ കർഷക ദമ്പതികളെ സ്വർണ്ണ നാണയങ്ങൾ തേടിയെത്തിയതുപോലെ തേടിയെത്തിയേക്കാം. പക്ഷേ അപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, അതിനൊക്കെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ദാരിദ്ര്യമല്ല, നമ്മളെ വലയം ചെയ്യുന്ന അവശതകളല്ല, പിന്നെയോ ഈ താലന്ത്, ഈ കഴിവ്, ഈ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച എൻ്റെ യജമാനനായ ദൈവത്തോട് നന്ദിയുള്ള ഭൃത്യരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ കഥ നമ്മളെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.